വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 23 അധ്യായം ടയർ നഗരത്തിനെതിരെയുള്ള പ്രവചനമാണ്. സമുദ്രവ്യാപാരത്തിൽ സമ്പന്നമായിരുന്ന ടയർ തൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും കാരണം ദൈവത്തിൻ്റെ വിധി നേരിടും. പല രാജ്യങ്ങളും അവരുടെ വ്യാപാരത്തിൽ ആശ്രയിച്ചിരുന്നു. എന്നാൽ അവരുടെ വീഴ്ച ലോകത്തെ നടുക്കും. 70 വർഷം അവൾ മറക്കപ്പെടും, പിന്നീട് വീണ്ടും ഉയരും. പക്ഷേ അവരുടെ സമ്പത്ത് ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെടും. ഇതിലൂടെ ദൈവം അഹങ്കരിക്കുന്നവരെ താഴ്ത്തുകയും തൻ്റെ ജനത്തിനു വേണ്ടി ചരിത്രം നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന സന്ദേശം വ്യക്തമാക്കുന്നു. യേശയ്യാ 24 അധ്യായം ലോകത്തിന്മേലുള്ള ദൈവത്തിൻ്റെ സർവ്വവിശ്വവിധിയെക്കുറിച്ചാണ്. ഭൂമി ശൂന്യമാക്കപ്പെടുകയും ജനങ്ങൾ വിറയ്ക്കുകയും സന്തോഷം അവസാനിക്കുകയും ചെയ്യും. കാരണം മനുഷ്യർ നിയമം ലംഘിക്കുകയും നിയമങ്ങൾ മറികടക്കുകയും നിത്യനിയമം തകർക്കുകയും ചെയ്തു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുന്നു. എന്നാൽ അവശേഷിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒടുവിൽ യഹോവ സിയോൻ മലയിൽ തൻ്റെ മഹത്വത്തിൽ രാജാവായി പ്രത്യക്ഷപ്പെടും. അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും. ജെറുസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിലും തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും. യേശയ്യാ 24 അധ്യായം 23 തിരുവചനം. യേശയ്യാ 25 അധ്യായം ദൈവത്തിൻ്റെ രക്ഷയും മഹത്വവും കുറിച്ചുള്ള സ്തുതിഗാനമാണ്. പ്രവാചകൻ യഹോവയെ മഹത്വപ്പെടുത്തുന്നു. കാരണം അവൻ തൻ്റെ പദ്ധതികൾ വിശ്വസ്തമായി നടപ്പാക്കി. ദൈവം ദരിദ്രർക്കും ദുർബലർക്കും അഭയം, കൊടുങ്കാറ്റിൽ മറ, ചൂടിൽ തണലായി. സിയോൻ മലയിൽ ദൈവം എല്ലാ ജനങ്ങൾക്കും വിരുന്നൊരുക്കും. മരണത്തെ നശിപ്പിക്കുകയും കണ്ണീർ തുടച്ചു കളയുകയും ചെയ്യും. ഒടുവിൽ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് ജനങ്ങൾ അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും: ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ, നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. യേശയ്യാ 25 അധ്യായം 9 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.